ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൻപയർ ഉലർത്തിയതാണ്. 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിന് നേക്ക വെള്ളം ഒഴിച്ച് അടുപ്പിൽ വയ്ക്കാം. ഇനി നമുക്ക് അടച്ച് ഇത് വേവിക്കാം. പയർ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിറർത്തിയെടുക്കാം. അതിന് വേണ്ടുന്ന സാധനമാണ് തേങ്ങാക്കൊത്ത്, മുളക് ചതച്ചത്, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, ചെറുള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, വേപ്പില, വെളിച്ചെണ്ണ. ഗ്യാസ് ഉണ്ടാകുന്ന പയറല്ലേ, അതുകൊണ്ടാണ് വെളുത്തുള്ളി നല്ലപോലെ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഉലർത്തിയെടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാതെ തേങ്ങാക്കൊത്ത് വറക്കാം. തേങ്ങ മൂത്ത് ഇനി നമുക്ക് ചെറുള്ളി ഇടാം. ഇനി വെളുത്തുള്ളി ഇടാം. ഇത് വാടട്ടെ. ഇനി നമുക്ക് വേപ്പില ഇടാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് മുളകിടാം. മുളക് ചതച്ചതാണ്. 1 ടേബിൾ സ്പൂൺ മുളകുണ്ട്. മുളക് നമുക്ക് കാശ്മീരി മുളക് പൊടി ഇടാം. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊടിയൊക്കെ ഇടുമ്പോൾ തീ കുറച്ച് വെക്കണം. നമുക്ക് ഉപ്പിടാം. 1 സ്പൂണോളം ഉപ്പിടണം. നമുക്ക് പയറിടാം. പയർ വേവിച്ച് വെച്ചിരിക്കണം. ഇച്ചിരി വെള്ളമുണ്ട്. അത് എരിവും ഉപ്പും എല്ലാം കൂടെ ഒന്ന് വേവിച്ച് വെക്കാൻ വേണ്ടി ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ പയർ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.